മുത്തങ്ങ ഭൂസമരത്തിന്റെ 18ാം വാർഷികത്തോടനുബന്ധിച്ച് ഗോത്രമഹാസഭയുടെ നേതൃത്വത്തിൽ ജോഗി അനുസ്മരണം നടത്തി. സി കെ ജാനു, എം ഗീതാനന്ദൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് അനുസ്മരണ പരിപാടി നടത്തിയത്. ഭൂസമരം ഇനിയും അനിവാര്യമെന്നും നേതാക്കൾ. മുത്തങ്ങ ഭൂസമരത്തിന്റെ 18ാം വാർഷികത്തിന്റെ ഭാഗമായാണ് സമരത്തിൽ പങ്കെടുത്ത് വെടിയേറ്റ് മരിച്ച ആദിവാസി യുവാവ് ജോഗിയുടെ അനുസ്മരണം ഗോത്രമഹാസഭയുടെ നേതൃത്വത്തിൽ നടത്തിയത്. രാവിലെ ഗീതാനന്ദന്റെയും സി കെ ജാനുവിന്റെയും നേതൃത്വത്തിൽ തകരപ്പാടിയിലെ ജോഗി സ്മൃതി മണ്ഡപത്തിൽ ഗോത്രപൂജകൾ നടത്തി. തുടർന്ന് സംസാരിച്ച ഇരു നേതാക്കളും ഭൂസമരം ഇനിയും അനിവാര്യമാണെന്ന് പറഞ്ഞു. മാറി മാറി വരുന്ന സർക്കാരുകൾ വികസനത്തിന്റെ പേരിൽ ആദിവാസി വിഭാഗങ്ങളെ ഫ്ളാറ്റുകളിലേക്ക് മാറ്റി ചേരിവൽക്കരണം നടത്തുകയാണെന്നും ഇരുവരും ആരോപിച്ചു. ഭൂമി രാഷ്ട്രീയത്തിന് പുതിയ ദിശാബോധം നൽകിയ സമരമാണ് മുത്തങ്ങ ഭൂസമരം. എന്നാൽ ഇതുവരെ ആദിവാസികളുടെ ഭൂമി പ്രശ്നം പരിഹരിക്കാൻ സർക്കാരുകൾ തയ്യാറാവുന്നില്ലെന്നും നേതാക്കൾ ആരോപിച്ചു. സി കെ ജാനു പുതിയ പാർട്ടി രൂപീകരിച്ചതിനെ തുടർന്ന് രണ്ടായ ഗോത്രമഹാസഭ ഇത്തവണ ഒന്നിച്ചാണ് അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്തത്. ചടങ്ങിൽ ജില്ലയ്ക്ക് അകത്തും പുറത്തുനിന്നുമുള്ള ഗോത്രമഹാസഭാ പ്രവർത്തകരും നേതാക്കളും പങ്കെടുത്തു. അനുസ്മരണ പരിപാടിയുടെ ഭാഗമായി അടുത്ത മാസം 3 ദിവസം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്. അവർക്ക് ഭൂമി തന്നെയാണ് വിതരണം ചെയ്യേണ്ടത്. അവരുടെ ജീവിതവും സംസ്കാരവും വിശ്വാസവും അവരുടെ ആചാരവും അവരുടെ ഐഡന്റിറ്റിയും അസ്തിത്വവും ഒക്കെ നിലനിൽക്കുന്നത് ഭൂമിയോട് ഒട്ടിച്ചേർന്ന് നിന്നുകൊണ്ടാണ്. അതുകൊണ്ട് ഫ്ലാറ്റ് പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് ഈ ആളുകളെ മാറ്റിപ്പാർപ്പിച്ചാൽ ഈ ആളുകളെ എന്നേക്കും മണ്ണിൽ നിന്ന് ഉന്മൂലനം ചെയ്യുന്നതിൻ്റെ തുല്യമായിട്ടുള്ള നടപടിക്രമമാണ്. അതുകൊണ്ട് ശക്തമായിട്ടുള്ള ഭൂസമരമായിട്ട് മുമ്പോട്ട് പോകേണ്ടി വരുന്നു. ഇനി ഈ അവസ്ഥയിലും 18ാമത്തെ വർഷവും. വയനാട് വിഷൻ, ബത്തേരി.